പാലക്കാട് പുതുനഗരത്ത് SDPI കേന്ദ്രത്തിൽ സ്ഫോടനം. മാങ്ങോട് ലക്ഷം വീട് നഗറിൽ താമസിക്കുന്ന SDPI പ്രവർത്തകൻ ഷെരീഫ്, സഹോദരി ഷഹാന എന്നിവർക്ക് ഗുരുതരമായി പരിക്കേറ്റു. വളരെയധികം ഗുരുതരമായി പരിക്കേറ്റ ഷെരീഫിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പൊട്ടിത്തെറിച്ചത് ബോംബാണെന്നും പിന്നിൽ SDPI ആണെന്നും പ്രദേശത്തെ BJP ആരോപിച്ചു. ഇന്നുച്ചയ്ക്ക് 12 മണിയോടെയാണ് പുതുനഗരം മാങ്ങോട് ലക്ഷം വീട് നഗറിൽ താമസിക്കുന്ന ഹക്കീമിന്റെ വീട്ടിൽ സ്ഫോടനമുണ്ടായത്. സ്ഫോടന ശബ്ദം കേട്ട് നാട്ടുകാരെത്തി നടത്തിയ പരിശോധനയിലാണ് പരിക്കേറ്റ നിലയിൽ ഹക്കീമിന്റെ ഒരു മകൾ ഷഹാനയും ഷഹാനയുടെ സഹോദരനും SDPI പ്രവർത്തകനുമായ ഷെരീഫിനെയും കണ്ടെത്തിയത്. ഉടൻ ഇരുവരെയും ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിലേക്കും പിന്നാലെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ശരീരമാസകലം ഗുരുതരമായി പരിക്കേറ്റ ഷെരീഫിനെ വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. സ്ഫോടനമുണ്ടായ സ്ഥലം SDPI സ്വാധീന മേഖലയാണെന്നും പൊട്ടിയത് ബോംബാണെന്നും സ്ഫോടനത്തിന് പിന്നിൽ SDPI ആണെന്നും പ്രദേശത്തെ BJP പഞ്ചായത്ത് അംഗങ്ങൾ ആരോപിച്ചു. പുതുനഗരം മാങ്ങോട് എന്ന് പറയുന്ന സ്ഥലത്ത് SDPIന്റെ ഒരു കേന്ദ്രത്തിലായിരുന്നു ഇന്ന് ഒരു സ്ഫോടനം ഉണ്ടായത്. ആ പ്രദേശത്ത് SDPI സജീവമായിരുന്നു. ഒരു പൊട്ടിത്തെറിയുണ്ടായി. പത്രമാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങളിലൊക്കെ അതൊരു ഗ്യാസ് പൊട്ടിത്തെറിച്ച് എന്നൊക്കെയാണ് പറഞ്ഞത്. സത്യത്തിൽ അവിടെ ബോംബോ പന്നിപ്പടക്കം പോലെയുള്ള സംവിധാനങ്ങളാണ് അവിടെ പൊട്ടിയത്. ഇത് അനധികൃതമായിട്ട് വീട്ടിൽ സൂക്ഷിച്ച് വെച്ച് ഇവിടെ ഭീതി പരത്തുന്നൊരു അന്തരീക്ഷം സ്വാഭാവികമായിട്ടും പുതുനഗരം കേന്ദ്രീകരിച്ച് നടന്നു വരുന്നു. എന്നാൽ സ്ഫോടനമുണ്ടായതിന് പിന്നാലെ തന്നെ ഷെരീഫിനെ 2 വർഷം മുൻപ് തങ്ങൾ പുറത്താക്കിയതെന്ന വാദവുമായി SDPI രംഗത്തെത്തി. നേരത്തെയും പ്രദേശത്ത് സ്ഫോടനത്തിൽ പശുവിന് പരിക്കേറ്റിരുന്നു. സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നാണ് BJP ആവശ്യപ്പെടുന്നത്. ജനം, പാലക്കാട്.